ഹായ് സുന്ദരീസ്, നമുക്കിന്ന് ഈസി ആയിട്ട് ഒരു അരമണിക്കൂറിൽ തുന്നാൻ പറ്റിയിട്ടുള്ള ബലൂൺ സ്ലീവ്സ് ഉള്ള ഒരു ക്രോപ്പ് ടോപ്പ് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. കോട്ടൺ മിക്സ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് 299 രൂപയാണ്. നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു തുണി ഒരു 100 രൂപയ്ക്കൊക്കെ നമ്മുടെ സാധാരണ കടകളിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പകുതിയായിട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. ബലൂൺ സ്ലീവ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ തുണി വേണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ളത് വെട്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ബോഡിയിൽ ബാക്കി കാര്യങ്ങൾ വെട്ടാൻ പോണത്. അപ്പോൾ ഞാൻ സ്ലീവ്സിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഒരു 8.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് കുറച്ച് നല്ല പഫായിട്ട് നിൽക്കുന്ന രീതിയിൽ ആ ഒരു രീതിക്ക് ഒരു 8.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ തുണിയുടെ ഏറ്റവും അറ്റത്തുനിന്ന് 2 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 സ്ലീവ്സ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അത് നമ്മൾ വെട്ടി മാറ്റി വെക്കുക കേട്ടോ. സ്ലീവ്സ് അവിടെ മാറ്റി ഇരിക്കട്ടെ. നമുക്കിനി ബോഡിയുടെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം അത് എത്ര വേണമെന്നൊക്കെ നോക്കിയിട്ട് ബാക്കി നമുക്ക് സ്ലീവ്സിൻ്റെ ഇനി കുറച്ച് ഒരു കഷ്ണം തുണി വേണം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വെട്ടിയെടുക്കാവുന്നതാണ്. ഇത് രണ്ടും നമുക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള തുണി ഉണ്ടല്ലോ, ഈ 1 മീറ്ററിൽ സ്ലീവ്സ് വെട്ടി മാറ്റിയിട്ടുള്ള ബാക്കിയുള്ള തുണിയിൽ നോക്കാം. അപ്പോൾ സ്ലീവ്സിന് നമുക്ക് ഒരു കഷ്ണം കൂടി തുണി വേണം. എന്താ വെച്ചാൽ താഴെ ഒരു പട്ട പോലെ ഇങ്ങനെ വെക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ട് പകുതിയാക്കുകയാണ്. അപ്പോൾ 2 കഷ്ണം തുണി നമുക്ക് വേണമല്ലോ, ബാക്കും ഫ്രണ്ടും ആയിട്ട്. അപ്പോൾ അത് വേണം. എന്നിട്ട് നമ്മൾ പകുതിയായിട്ട് മടക്കിയിട്ട് ഒരു ടോപ്പ് വെച്ച് നോക്കുക എത്ര ഏകദേശം നീളം വേണം എന്നുള്ളത്. നമ്മൾ ക്രോപ്പ് ടോപ്പാണ് ഉദ്ദേശിക്കുന്നത്, അത്ര തന്നെ കിട്ടുള്ളൂ കേട്ടോ, കാരണം 1 മീറ്ററിലല്ലേ തുന്നണത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 3 ഇഞ്ച് വെട്ടി മാറ്റാണ്. അപ്പോൾ ഒരു തവണ വെട്ടുമ്പോൾ തന്നെ 2 കഷ്ണം 3 ഇഞ്ച് കിട്ടും, കാരണം 2 കഷ്ണം തുണി വെച്ചിട്ടില്ലേ നമ്മൾ. ഇത്രയും മതിയാവും കേട്ടോ. ഇത് നമ്മൾ താഴെ പട്ടയായിട്ട് വെക്കാവുന്നതാണ്. സ്ലീവ്സിന് നമുക്ക് 2 കഷ്ണവും കിട്ടി, ബലൂൺ സ്ലീവ്സ് തുന്നാനുള്ളതും താഴെ പട്ട വയ്ക്കാനുള്ളതും. ഇനി നമുക്ക് ഒരു ടോപ്പ് വെച്ചിട്ട് അളവെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നടുക്കിൽ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്, സിസേഴ്സ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിലത്തെ ഇറക്കം ഒരു 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. വീതി എന്ന് പറയുന്നത് ഒരു 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴുത്തിൻ്റെ വീതിയാണ് 3 ഇഞ്ച് എന്ന് പറയുന്നത്. ഷോൾഡേഴ്സ് നമ്മളൊരു 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ടോപ്പ് വെച്ച് നോക്കുക കേട്ടോ, എന്നിട്ട് അതിനനുസരിച്ച് അളവെടുക്കാവുന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ 7 ഇഞ്ചാണ് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് എടുക്കാറുള്ളത്. അത് അങ്ങനെ നോക്കണം എന്നില്ല. നമുക്ക് വേറൊരു കാര്യം ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി തന്നെ നമ്മുടെ ടോപ്പ് ഇതിൻ്റെ മീതയ്ക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് വരച്ചു കൊടുത്താലും മതി. എനിക്കിപ്പോൾ ബൈ ഹാർട്ട് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കൈക്കുഴി ഇതേപോലെ വളച്ചിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. ടോപ്പിൻ്റെ സ്ലീവ്സിൻ്റെ അവിടെയായിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് അങ്ങനെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ കൈ കൊണ്ട് വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ടോപ്പ് ഇതിൻ്റെ മീതെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ്സിൻ്റെ കൈക്കുഴി കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ബാക്ക് നെക്കാണ്. ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റൗണ്ട് പോലെ ഇങ്ങനെ വെട്ടാണ്. 2-2.5 ഇഞ്ച് അത്രേ എടുത്തിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. എന്നിട്ട് നമ്മളതൊന്ന് വെട്ടുക കേട്ടോ. വെട്ടിയതിന് ശേഷം ഈ കൈക്കുഴി ഉണ്ടല്ലോ, അത് നമ്മൾ വരച്ചിട്ടില്ലേ, അതും വെട്ടിക്കൊടുക്കുക. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് നമ്മൾ അതിനെ മാറ്റുക, ഒരു ഇത് മാത്രം മാറ്റുക. അതാണ് നമ്മുടെ ബാക്ക് പോർഷൻ. 2 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ വെട്ടിയിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻ നമ്മളിത് ഇപ്പോൾ വെട്ടാൻ പോവാണ്. അത് പകുതിക്ക് ഇപ്പോഴും മടക്കി വെച്ചിരിക്കുകയാണ്. അത് നമ്മളൊരു 7 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. വീനെക്കാണ്, കുറച്ച് ഡീപ്പായിട്ട് വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീനെക്ക് 7 ഇഞ്ച് എടുത്തിട്ടുള്ളത്. സാധാരണ ഒരു നെക്ക് മതിയെങ്കിൽ 6 ഇഞ്ച് മതിയാവും കേട്ടോ. 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് വരച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കും കിട്ടി, ഫ്രണ്ടും കിട്ടിയില്ലേ. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഇങ്ങനെ ഒരു ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് വെട്ടുക എന്നുള്ളത്. പിന്നെ സ്ലീവ്സിന് നമ്മൾ ലൈനിങ് എടുക്കുന്നില്ല, ബോഡി പാർട്ടിന് വേണ്ടി നമ്മൾ ലൈനിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ലൈനിങ്ങിൻ്റെ മുകളിൽ വെക്കാം. നമ്മൾ ഓൾറെഡി നല്ല തുണിയിലാണല്ലോ വെച്ച് വെട്ടിയിട്ടുള്ളത്. ശരിക്കും ലൈനിങ് തുണിയിലാണ് കേട്ടോ നമ്മൾ ആദ്യം വെച്ച് വെട്ടുക, എന്നിട്ടാണ് നല്ല തുണിയിലേക്കൊക്കെ ആക്കുകയൊക്കെ ചെയ്യുക. എനിക്കങ്ങനെ കൃത്യം പഠിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ കൃത്യം രീതികളൊന്നും അറിയില്ല. എനിക്ക് അറിയാവുന്ന ഒരു എളുപ്പപ്പണിയിലാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതല്ല ഒത്തൻറ്റിക് വേ ഓഫ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്, അങ്ങനെ ആണെന്ന് വിചാരിക്കരുത്. ഞാൻ എളുപ്പത്തിൽ ചെയ്യണമെന്നേ ഉള്ളൂ. എന്തായാലും ബാക്കും ഫ്രണ്ടും നമ്മൾ ഇതേപോലെ തന്നെ നല്ല വശം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കും ഫ്രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ കാര്യം നോക്കാം. സ്ലീവ്സ് ഇതൊന്ന് ശ്രദ്ധിക്കണം. ബലൂൺ സ്ലീവ്സ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിതേ 4ആയിട്ട് തുണി മടക്കുകയാണ് ചെയ്യണത് കേട്ടോ. 4ആയിട്ട് മടക്കിയില്ലേ. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഒരു മാർക്കിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. സിസേഴ്സ് വെച്ചിട്ട് കറക്റ്റ് ഇതാകണ്ടോ, മടക്കി വെച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് 2 സൈഡിലും ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് എടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം മടക്കിൻ്റെ അവിടെ ഒന്നും കൂടി ഒരു കട്ട് കൊടുക്കുക കേട്ടോ.
ഓക്കെ. അതിനെക്കാട്ടും മുന്നേ നമുക്ക് ജസ്റ്റ് നോക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇനി സ്ലീവ്സ് വെട്ടുക എന്നുള്ളതാണ്. ആ മടക്കിൻ്റെ അവിടെയല്ല, ഏകദേശം താഴെയായിട്ട് കേട്ടോ. അത് ശ്രദ്ധിക്കുക. സ്ലീവ്സിൻ്റെ മടക്കുണ്ടല്ലോ അവിടെയല്ല, ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്ത്, ഈ മടക്കിൻ്റെ അവിടെ ഞാൻ നേരത്തെ വെട്ടി കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഇത് കണ്ടോ, നമ്മൾ ഓൾറെഡി കൈക്കുഴി വെട്ടിയിട്ടുണ്ട്. അതിനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ രീതിയിൽ കൈക്കുഴി വെട്ടിയിട്ട് ഇതാ കണ്ടോ, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, കൈക്കുഴി മാർക്ക് ചെയ്തതിന് ശേഷം. കാണുമ്പോൾ മനസ്സിലാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എങ്ങനെ എളുപ്പപ്പണിയാണ്, ഇതല്ല ശരിക്ക് ചെയ്യുന്ന രീതി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുക്കും. ഒരു ഡിറക്ഷനിൽ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുക്കുക, നടുവിൽ വരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നമ്മൾ പ്ലീറ്റ് കൊടുക്കുക. ഞാൻ തുന്നുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി ഈ നമ്മൾ ഒരു സ്ലീവല്ലേ ഇപ്പോൾ വെട്ടിയിട്ടുള്ളൂ, മറ്റേ സ്ലീവും അതേപോലെ വെട്ടുക. താഴത്തായിട്ട്, അതായത് മടക്കുള്ള ഭാഗമല്ല, താഴത്തായിട്ട് ഇതേ കൈക്കുഴി ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് വെട്ടുക കേട്ടോ. എന്നിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പല പല തരത്തിൽ നമുക്കിത് ചെയ്യാം. തുന്നലിനൊന്നും പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് എന്താ ശരിയായിട്ട് തോന്നുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതേ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ വെട്ടണേൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് സ്ലീവ്സിലും നമുക്ക് ഏകദേശം ഈക്വലായിട്ട് കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വെട്ടിട്ട് കൊടുക്കണത്. അപ്പോൾ അതേ നമ്മുടെ സ്ലീവ്സിൻ്റെ കാര്യങ്ങൾ റെഡിയായി, നമ്മളെല്ലാം കറക്റ്റായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ടോപ്പ് തുന്നാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെക്കുക. ലൈനിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ നല്ല തുണിയും കൂടി ചേർത്ത് വെക്കുക. നെക്കിൻ്റെ അവിടെ കൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. വീനെക്കല്ലേ, അപ്പോൾ അവിടെ കൂടെ സ്റ്റിച്ച് കൊടുക്കുക. നടുക്കിലെത്തുമ്പോൾ ജസ്റ്റ് കുത്തി നിർത്തുക, എന്നിട്ട് അതിനെ തിരിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവരിക. പിൻസില്ലേ, ആ മുട്ടുസൂചി പോലത്തുള്ള പിൻസ് കിട്ടില്ലേ, അത് വെച്ചിട്ട് ഒന്ന് വെക്കുക. എന്നിട്ട് വേണം കേട്ടോ തുന്നാനൊക്കെ. ഞാനൊന്നും ചെയ്തില്ല, അങ്ങനെ ചെയ്യണം കേട്ടോ, എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. പിന്നീട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കട്ട്സ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് വളച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ബക്രം ഒന്നും വെക്കണില്ല കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ മറിച്ചെടുക്കുക. അതേ കണ്ടോ, തിരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നില്ലേ നെക്ക്. എന്നിട്ട് അതിൻ്റെ മീതെ കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കറക്റ്റായിട്ട് അത് ഇരുന്നോളും എന്നുള്ളതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ തുണിയിൽ തന്നെ നമ്മൾ മടക്കി അടിക്കുമ്പോൾ നമുക്ക് വി നെക്ക്, യു നെക്ക് അങ്ങനത്തെയൊക്കെ പറ്റുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെക്സ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ ബക്രം തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പല്ല. പിന്നെ വി നെക്ക് ഇപ്പോൾ ഓൾറെഡി ട്രെൻഡിലുള്ളതാണ്. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം, നല്ല രസമായിട്ടുണ്ടാവും. ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, രസം ഉണ്ടാവും കാണാനായിട്ട്. ഇതേപോലെ ബാക്ക് നെക്കും ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. ഈ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ലൈക്ക് ഏറ്റവും അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. യൂനെക്ക് എങ്ങനെയാണോ നമ്മൾ വരച്ചിട്ടുള്ള അതേപോലെ കൊണ്ടുവരിക. എന്നിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കട്ട്സ് കൊടുക്കുക, എന്നിട്ട് അതിനെ മറിച്ച് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നല്ല വശം ചേർത്ത് വയ്ക്കുക, ലൈനിങ്ങിൻ്റെ മീതെ നല്ല വശം വയ്ക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നോളും. ഓക്കെ. എന്നിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മീതെ കൂടെ. ഇനി എന്താ വേണ്ടത്, നമ്മൾ ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് ഷോൾഡേഴ്സും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇത്രയായില്ലേ. രണ്ട് ഷോൾഡേഴ്സും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ സ്ലീവ്സ് കഴിഞ്ഞിട്ടില്ല, ബലൂൺ സ്ലീവ്സ് അല്ലേ, അത് നമുക്ക് ചെയ്തെടുക്കണം. എന്തായാലും നമുക്ക് ഷോൾഡർ നമുക്ക് അറ്റാച്ച് ചെയ്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ കൈക്കുഴി നമ്മൾ വെട്ടിയിട്ടില്ലേ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈനിങ്ങും അതേപോലെ നല്ല വശവും കൂടിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് അത് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്ത് വെച്ചാൽ എളുപ്പമല്ലേ, ഒരു സ്റ്റിച്ച് കൊടുത്ത് വെച്ചാൽ നല്ലതായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് റെഡിയായി. ഇനി നമുക്ക് സ്ലീവ്സ് ശരിയാക്കി കഴിഞ്ഞാൽ അത് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതേ നമ്മൾ ഇനി എവിടെ നിന്നാണ് ഈ പ്ലീറ്റ്സ് കൊടുക്കേണ്ടതെന്ന് പറയാം. അറ്റത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ടില്ലേ, സ്ലീവ്സിൻ്റെയാണ് നമ്മൾ ചെയ്യണത്. അവിടെ നിന്ന് പ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എണ്ണ കേട്ടോ എത്ര പ്ലീറ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്, അത്ര തന്നെ പ്ലീറ്റ്സാണ് നമുക്ക് അടുത്ത സ്ലീവ്സ് ചെയ്യുമ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ ഈ കുഞ്ഞു പ്ലീറ്റ്സ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഞാൻ ഒരു മീഡിയം, ഭയങ്കര പീക്കിരിയുമല്ല ഭയങ്കര വലുതുമല്ല, ആ രീതിയിലുള്ള പ്ലീറ്റ്സാണ് എടുക്കണത്. എന്നിട്ട് നടുവിലെത്തുമല്ലോ, നമ്മൾ നടുവിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഒരു കുഞ്ഞി കട്ട് മാർക്കിങ് കാണാമല്ലോ, അവിടെ കൊണ്ടുവന്ന് നിർത്തുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ പ്ലീറ്റ്സ് എടുത്ത് കറക്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നടുവെന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുക. അത് അങ്ങനെ ഒരു ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നമ്മൾ പ്ലീറ്റ്സ് എടുക്കണേ. ഒരേ ഡിറക്ഷനിൽ പ്ലീറ്റ് എടുത്താൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഇതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ അറ്റത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, ഒരു കുഞ്ഞു കഷ്ണം മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അവിടം വരെ നമുക്ക് ഇതേപോലെ പ്ലീറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഏകദേശം ഒരു കണക്ക് ഉണ്ടായാൽ നല്ലതായിരിക്കും. നമ്മൾ ഒരു മാർക്കിംഗ് മുതൽ മറ്റ് മാർക്കിംഗ് വരെ എത്ര പ്ലീറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ഈക്വലായിട്ട് കിട്ടും രണ്ട് സ്ലീവ്സും, അല്ലെങ്കിൽ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇത്രയും പോരാ, നമുക്ക് മറ്റേ വശവും ഓപ്പോസിറ്റ് വശവും ഇതേപോലെ പ്ലീറ്റ് എടുക്കുക എന്നുള്ളതാണ്. അവിടെയും നമ്മൾ മാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. ഇത് കണ്ടോ, ഏത് ഡിറക്ഷനിലാണോ നമ്മൾ മുകളിൽ പ്ലീറ്റ് എടുത്തിട്ടുള്ളത് അതേ ഡിറക്ഷനിൽ തന്നെ താഴേക്കും ഇതാ കണ്ടോ ഇതേപോലെ മടക്കി 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 പ്ലീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഭയങ്കര പെർഫെക്ഷനൊന്നും നോക്കണ്ട, അങ്ങനെയൊന്നും അറിയൊന്നുമില്ല, ഏകദേശം ഒരു ധാരണ ഉണ്ടായാൽ മതി എത്ര പ്ലീറ്റ് എടുത്തു എന്ന്. ഇത് കണ്ടോ, ആ നടുവിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഇത് കണ്ടോ ഇതേപോലെ പ്ലീറ്റ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ആ മാർക്കിംഗ് ഒക്കെ നോക്കുക, എത്ര പ്ലീറ്റ് നമ്മൾ ഏകദേശം എടുത്തിട്ടുണ്ടെന്നൊന്ന് മനസ്സിൽ വെക്കുക. അങ്ങനെ ആകുമ്പോൾ കുറേ കൂടി പെർഫെക്ഷനിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ സ്ലീവ്സ് പ്ലീറ്റ് എടുത്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ 8.5 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് ഇട്ട് കാണിക്കുന്നുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പട്ട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ നമ്മൾക്ക് ഇതിൻ്റെ മീതെ വെച്ച് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ നല്ല വശം, സ്ലീവ്സിൻ്റെ നല്ല വശം ഈ പട്ടയുടെ നല്ല വശവും കൂടി വെക്കുക. എന്നിട്ട് ഇതേ കുറച്ചൊരു 1/4 ഇഞ്ച് നീക്കിയിട്ട് ഇതേപോലെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ, നമ്മളിതിനെ മടക്കുകയാണ് ചെയ്യണത്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ മടക്കി കൊണ്ടുവരിക. മടക്കി കൊണ്ടുവന്നിട്ട് നമുക്കതിനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇത് കണ്ടോ ഇതേപോലെ വെച്ചൊരു സ്റ്റിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നൂലൊന്നും വിട്ടുപോരുന്ന അറ്റമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ 2 മടക്ക് കൊടുക്കണം എന്നില്ല, ജസ്റ്റ് ഒരു മടക്കിൽ തന്നെ നമുക്കിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നൂലിങ്ങനെ വിട്ടു പോരുന്ന സാധാരണ ടൈപ്പ് ഓഫ് അറ്റാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മടക്ക് കൊടുക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ നല്ല വശം നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പിന്നിൽ ആ അറ്റം കൂടി പെടണം. ആ രീതിയിൽ വേണം കേട്ടോ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കുഞ്ഞൊരു ബേസിക് നോളേജ് സ്റ്റിച്ചിങ്ങിലുള്ള ആ ഒരാൾക്കാണ് ഈ ബലൂൺ സ്ലീവ് പറ്റുക കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ഒരു സ്ലീവ് കൊടുത്താൽ മതി. അങ്ങനത്തെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടു നോക്കൂ. ഒരു ചെറുതായിട്ട് സ്റ്റിച്ചിങ്ങിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകുമ്പോഴാണ് ബലൂൺ സ്ലീവ് ചെയ്യാൻ പറ്റുക. വലുതായിട്ടൊന്നും അറിയണമെന്നില്ല, ചെറുതായിട്ടുള്ളൊരു ധാരണ. ഇനി നമുക്ക് ബോഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഷോൾഡറിൻ്റെ അവിടെ നമ്മുടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നല്ല വശവും കൂടി ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് നമുക്കിത് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ അറ്റത്തെത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തിരിച്ചു കൊണ്ടുവരിക. നമ്മൾ നടുവെന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ട് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ അറ്റത്തെത്തുമ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് ഇതേ കണ്ടോ ഈ അറ്റം വരെ സ്റ്റിച്ചിലേക്ക് എത്തും എന്നുള്ളതാണ് കേട്ടോ. കണ്ടുവോ, ഈ അറ്റം വരെ നമുക്ക് എത്തും. അതേപോലെ തന്നെ ഈ അറ്റം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ ഒന്ന് തിരിച്ചിട്ട് ആ നടുവ് വരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. അതേ നമ്മുടെ സ്ലീവ്സ് റെഡിയാണ്. വളരെ എളുപ്പത്തിലായില്ലേ? പറ്റും കേട്ടോ, നമുക്ക് അങ്ങനെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതേപോലെ തന്നെ അപ്പുറത്ത് സ്ലീവ്സും നമുക്ക് നോക്കാം. നമ്മൾ മാർക്കിംഗ് കൊടുത്തിട്ടില്ലേ, അവിടുന്ന് ഇതേപോലെ പ്ലീറ്റ്സ് എടുക്കുക. പിന്നെ നടുവിലെത്തുമ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പ്ലീറ്റ്സ് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ആ സ്ലീവ്സിൽ എത്രയാണോ കൊടുത്തിട്ടുള്ളത് ഏകദേശം അത്ര തന്നെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരേപോലെ ഉണ്ടാവും കേട്ടോ. 2 സ്ലീവ്സും കാണാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ താഴത്തെ വശവും ചെയ്യുക കേട്ടോ. അതേപോലെ പ്ലീറ്റ്സ് കൊടുക്കുക, മറ്റേ വശത്തും പ്ലീറ്റ്സ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയായി. ഇനി ഇതേപോലെ നമ്മൾ നേരത്തെ സ്ലീവ്സിൽ ചെയ്തില്ലേ, നമ്മളൊരു പട്ട അടിച്ചു കൊടുക്കുന്നില്ലേ, അതേപോലെ ഈ പട്ട ഫസ്റ്റ് നല്ല വശം കൂടി ചേർത്തടിക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് തിരിച്ച് അടിക്കുക എന്നുള്ളതാണ് കേട്ടോ. മനസ്സിലാവേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് പതിയൊന്ന് പോസ് ചെയ്ത് നോക്കിയാൽ കുറച്ചും കൂടി മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ബോറടിക്കാണ്ടിരിക്കാൻ ഞാൻ വേഗം പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പട്ട അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല വശത്ത് കൂടെ അടിക്കുമ്പോൾ പിന്നിൽ ആ സംഗതിയും കൂടി ചേർന്ന് വരണം കേട്ടോ. ആ തുണിയും കൂടി ചേർന്ന് വരണം, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുക. കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ 2 സ്ലീവ്സ് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇനി സൈഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പ് വയ്ക്കുക. അതിൻ്റെ അളവിനനുസരിച്ച് മാർക്ക് ചെയ്യുക. 2 സൈഡിലും അടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ക്രോപ്പ് ടോപ്പായിട്ടാണ് തുന്നിയിട്ടുള്ളത്. കുറച്ച് ലൂസായിട്ടുള്ള ക്രോപ്പ് ടോപ്പായിട്ടാണ് തുന്നിയിട്ടുള്ളത്. ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് പല ഔട്ട്ഫിറ്റ്സിൻ്റെ ഒപ്പം ചേർന്ന് പോകുമല്ലോ. ക്രോപ്പ് ടോപ്പും അതേപോലെ കുറച്ച് ലൂസായിട്ടുള്ളതാകുമ്പോൾ. പിന്നെ സിബൊന്നും വെച്ചിട്ടില്ല നമ്മൾ, അതുകൊണ്ട് കുറച്ച് ലൂസ് തയ്ക്കുന്നതായിരിക്കും കയറാനായിട്ട്. ഇടുമ്പോൾ കയറണ്ടേ, അതിന് വേണ്ടിയിട്ട് നല്ലത്. ഞാൻ സ്ലിറ്റൊന്നും ഇടുന്നില്ല കേട്ടോ, അത്രയും കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ്. സ്ലിറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അങ്ങനെ നോക്കാം. സ്ലിറ്റ് ഇടുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, സ്ലിറ്റ് ഇടുന്ന വീഡിയോ.
അങ്ങനെ വേണമെങ്കിൽ അങ്ങനത്തെ ടോപ്പ് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം കേട്ടോ. എന്തായാലും 2 സൈഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള തുണി വെട്ടിക്കളയുക. ഒരുപാട് തുണി ഇങ്ങനെ എക്സ്ട്രാ ഉള്ളിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അൺകംഫർട്ടബിളാണ്, രണ്ടാമത് പെർഫെക്ഷൻ ഉണ്ടാവില്ല, ചുളുങ്ങി ചുളുങ്ങി നിൽക്കും. അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയണമെന്നില്ല, കുറച്ചെങ്കിലും കട്ട് ചെയ്ത് കളയാം. എൻ്റെ അടിവശം ഞാൻ ജസ്റ്റ് 2 മടക്ക് കൊടുത്തിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി സൈഡ് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും അടിക്കണമെങ്കിൽ ആവാം, ടക്ക് ഉണ്ടെങ്കിലാവാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇത് ബേസിക് സിമ്പിൾ ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പഫ് സ്ലീവ്സൊക്കെ 8.5 ഇഞ്ചാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 8.5 ഇഞ്ച് എടുക്കുമ്പോൾ ഇങ്ങനെയാവും ഉണ്ടാവുക. 1 മീറ്ററിലല്ലേ നമ്മൾ തുന്നിയത്, അപ്പോൾ അതുകൊണ്ട് അധികം തുണിയില്ലാത്ത കാരണമാണ് ഞാൻ എൽബോസ് വരെ കൊണ്ടുവരാഞ്ഞത്. നമുക്ക് എൽബോസ് വരെ ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും കേട്ടോ, നല്ലൊരു കാഷ്വൽ ടോപ്പായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാനൊരു പാൻസിൻ്റെ ഒപ്പം പെയർ ചെയ്തപ്പോൾ ഇതാ ഇങ്ങനെയാണുള്ളത്. കണ്ടോ, വീനക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്ക് ആണെങ്കിലും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻസിൻ്റെ ഒപ്പമൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുണ്ടാവും. ഒരു കാഷ്വൽ ലുക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കോട്ടൺ ടോപ്പൊക്കെ ഉണ്ടാവില്ലേ, നല്ല രസമായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഉള്ളത്. ഇത് ഒരു സാരി ബ്ലൗസിൻ്റെ ഒക്കെ ആയിരുന്നു തോന്നുന്നു, അതിന് വേണ്ടി എടുത്തതാണ്. പണ്ട് എപ്പോഴും ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ കൂടെ പാൻസിൻ്റെ കൂടെ വരുമ്പോൾ ചിലപ്പോൾ ഈ ലിക് പ്രിൻ്റ് അത്ര ചെയ്യണ്ടാവില്ല, പക്ഷെ ഞാൻ പറയായിരുന്നു ഫ്ലോറൽ പ്രിൻ്റൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ചേരും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാൻസിൻ്റെ ഒപ്പമൊക്കെ നല്ല രസമുണ്ടാവും. ജീൻസിൻ്റെ ഒപ്പം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചത് ഇൻസേർട്ട് ചെയ്തിട്ടാണ്. പുറത്തേക്ക് ഇടുമ്പോൾ ഇതേ ടോപ്പിൻ്റെ ലെങ്ത്ത് ഇത്രയാണുള്ളത്. ഇനി ഇത് സ്കേർട്ടിൻ്റെ ഒപ്പം ഇടുകയാണെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവും. ഈ ലെങ്ത്ത് പെർഫെക്റ്റ് ആണ് സ്കേർട്ടിൻ്റെ ഒപ്പം ഇടുമ്പോൾ ഇത്രയും ഡീപ്പ് വി ഒക്കെ ആയതുകൊണ്ട് ചോക്കറൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. ഇതൊരു പ്രത്യേക കൈൻഡ് ഓഫ് സ്കേർട്ടാണ്. എനിക്കും ഇതെന്താ ഫ്രണ്ടിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണമെന്ന് മനസ്സിലായില്ല. മുന്നേ എപ്പോഴും ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ, തൃശ്ശൂരിനെ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ലുക്സ്. ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് പറയൂ, ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.